കറൻസി സ്വീപ്സിൽ നമ്മളിന്ന് ഒരു ലൈവ് ട്രേഡിംഗ് ഫ്ലോർ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഇരുന്ന്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു വന്നെയാണെങ്കിൽ ഒരു നാസ് അണ്ടറിൽ നല്ലൊരു ഷോർട്ട് സെൽ എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1:25 ആയപ്പോഴായിരുന്നു എൻട്രി വന്നത്. അതൊരു ഏകദേശം ഒരു 1:35 ആയപ്പോഴത്തേക്കും വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി ടി പി അടിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി ഈ ഒരു സെയിം ട്രേഡിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ എന്താണ്, ഒരു ഫീഡ്ബാക്ക് എന്താണ് നമുക്ക് അവരോട് ചോദിക്കാം. നമ്മളിന്ന് നാസ് അണ്ടറിലാണ് ഒരു ട്രേഡ് എടുത്തത്. അത്യാവശ്യം നല്ല ട്രേഡായിരുന്നു. ഒരു 4.85 ആർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. PNL ഷെയർ ചെയ്യാണ്. ഇന്ന് ലൈവ് ട്രേഡിങ് വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് അങ്ങ് ഇൻഡെക്സിൽ ട്രേഡ് എടുക്കുന്നത്. നല്ല ട്രേഡ് സെറ്റപ്പ് വരുന്നത്, അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടി. ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടും മാർക്കറ്റ് വളരെയധികം ഡൗൺ പോയി. നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ട്രേഡിന് വന്നിരിക്കുന്നത്. അപ്പം ഇന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. ഇന്ന് 2-3 നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണം മിറ്റിഗേറ്റ് ചെയ്ത് അത് 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ടി പി അടിച്ച് പ്രോഫിറ്റ് ആയിരുന്നു. ഞാൻ എടുത്തില്ല, ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഫ്ലോറിൽ വന്നിട്ട് 2-3 എൻട്രിയൊക്കെ നോക്കി. അതിലിപ്പോൾ നമ്മൾ US100 എൻട്രി നോക്കിയാൽ മിറ്റിഗേറ്റായി ടി പി അടിച്ചിട്ടുണ്ടായി. അത്യാവശ്യം നല്ലൊരു RR കിട്ടിയായിരുന്നു. 4.85. ട്രേഡിംഗ് ഫ്ലോർ ഒന്നും കൂടി നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. മീൻസ് ഇനീഷ്യലി നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്കിത് ട്രേഡ് എൻട്രി എടുക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി കൂടി സെയിം മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഈസിയാണ്. ഈസി എന്നല്ല, നമുക്ക് ഇത്തിരി കൂടി കോൺഫിഡൻസ് കിട്ടും ഫോർ ടേക്കിംഗ് ബെറ്റർ എൻട്രീസ്. റിഫൈൻ ചെയ്ത് നമുക്കൊരു എൻട്രി എടുക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും.